2016 LDF സർക്കാർ എല്ലാ അധികാരത്തിൽ വന്നതെങ്കിൽ 2021 അതിന് തുടർച്ചയുണ്ടായില്ല എങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നോ? ഏതാനും നാട് കഴിയുമ്പോൾ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണ്ണതയിലേക്ക് എത്താനല്ലേ പോകുന്നത്? എല്ലാ മേഖലയും മാറിയില്ലേ? വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഏത് രീതിയിലുള്ള മാറ്റം? കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വലുത്? കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ്. പട്ടയം 4 ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ. എല്ലാ രംഗവും, ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ, പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇതിനെ എല്ലാം നമുക്ക് കഴിയുന്നത് നാടിന്റെ എളിമയും ജനങ്ങളുടെ ഐക്യവും. അതിന്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്.